ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. നമ്മളെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ അല്ലേ, അപ്പോൾ നമുക്കൊന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ. അതും ചിക്കൻ ഗ്രേവി, ഒരു വെറൈറ്റി ഗ്രേവി എടുത്താ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ആദ്യമായി കാണില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റൊക്കെ ഒന്ന് ശ്രദ്ധ കേൾക്കാം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മളെ മുമ്പില്ലേ ചട്ടിയൊക്കെ വെച്ച് ഉള്ളിയൊക്കെ വെട്ടി തക്കാളിയൊക്കെ അരിഞ്ഞ് വാട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇവിടെ കേക്ക് വെച്ചിട്ടുണ്ടോ. ഇതാണ് ചിക്കന്, ഒരു കിലോ ചിക്കൻ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാടണം. ഇത് വാടി പേസ്റ്റ് അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ചിക്കനായി കാട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യുക, ഞാൻ ചായ കുടിച്ചിട്ടില്ല, നമുക്ക് ഒരു ഓർഡർ ചായ കുടിച്ചാം. അപ്പോൾ അവിടെ ചിരങ്ങ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇതാണ് നമ്മളെ കൊച്ചു അടുക്കള ഇട്ടാ കണ്ടില്ലേ. ഇങ്ങനത്തെ അടുക്കളയാണ് എപ്പോഴും നല്ല ഫുഡ് പാചകം ചെയ്യാൻ. ഞാൻ നാല് ഹോട്ടലിൽ ചായ കുടിച്ചില്ല, ഞാനൊന്ന് കുടിച്ചിട്ടില്ല. പല തേങ്ങാപ്പാലും ഹോട്ടലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഓട്ടട, ഇത് തേങ്ങാപ്പാൽ. അപ്പോൾ ഈ തേങ്ങാപ്പാലും ഓൾറെഡി നല്ല കോമ്പിനേഷൻ അല്ലേ, അതായത് കഴിച്ചിട്ടാണ് ഒന്ന് കഴിച്ചു നോക്കണ്ടേ, അടിപൊളിയാണ് തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടലിൽ തേങ്ങാപ്പാൽ ഇട്ടാ. എനിക്ക് ഹോട്ടലിൽ തേങ്ങാപ്പാൽ നല്ല ഇഷ്ടമാണ്. ഇത് തിന്നുമ്പോൾ അവിടെ ഉള്ളി വാടും. അപ്പോൾ ഇന്ന് ഉച്ചക്ക് എന്താണെന്ന് വെച്ചാൽ ചിരങ്ങ താളിച്ചതും ചിക്കൻ ഗ്രേവിയും. ഇല്ലമ്മ, ചിരങ്ങ ചിക്കൻ ഗ്രേവി ഇല്ലേ, പൊളിച്ചില്ലേ. വേറെന്താ, ചോറൊക്കെ അറിയില്ലേ. വെളിച്ചെണ്ണ കഴിഞ്ഞാ ഈ വെളിച്ചെണ്ണ തലി കൂടി പോരാ. അപ്പോൾ നമ്മൾ ഈ ചീനച്ചട്ടി ചെറുതായി പോയി. അപ്പോൾ നമ്മൾ ഇനി ഫുഡ് ചെയ്യുന്നത് അടുപ്പത്താട്ടാ. അപ്പം നമ്മൾ അടുപ്പത്ത് ഉള്ളിലേക്ക് വെച്ച് ഇങ്ങോട്ടൊക്കെ ഈ ഒളിച്ചു നോക്ക്. ഇത് വേഗം വന്നാ അതിൻ്റെ ഈ സ്ലോ മോഷനും. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അന്ന കഴിച്ചിട്ടുള്ള ബാക്കി അങ്ങനെ പോകുമ്പോൾ ഓക്കെ കത്തി പെട്ടെന്ന് തീ കത്തിക്കണ്ടമ്മോ. അപ്പോളേ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മളെ ഉമ്മ അടിപൊളി കേട്ടാ. ഏത് മോഡലും എങ്ങനെ ഉണ്ടാക്കും നമ്മൾ പറഞ്ഞാൽ മതി അല്ലേ, തിന്നാലും മതി. ലേറ്റർ ഞാൻ കണ്ടില്ല കൊടുത്ത് പോകന്നെ. എന്താ ഈ കാഷന്, ഒരു ലേറ്റർ എത്തിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ തീ കത്തി പിടിച്ച് നമ്മൾ അത് സാവനപ്പല്ല കേട്ടോ, അത് വെളിച്ചെണ്ണ ആക്കിയാണ് കുപ്പിയിൽ. ഞാൻ വെളിച്ചെണ്ണ വെച്ചാൽ വെളിച്ചെണ്ണ വെച്ച് അപ്പോൾ നമ്മൾ ആദ്യം ഇതിക്ക് വെളിച്ചെണ്ണ വെച്ചു കേട്ടോ. അതിൻ്റെ മുമ്പ് ഉള്ളി വാട്ടി വെച്ചാൽ, കാരണം അതിക്ക് ഇടുമ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ വേണ്ടേ, അടി കുറിച്ച് ചുറ്റാട്ടാ ഇടുമ്പോൾ അങ്ങനല്ലേ. അപ്പോൾ നമ്മൾ ചട്ടി മാറ്റ ചടങ്ങാണ് ആദ്യം. ഇതിപ്പോൾ കൊട്ടൊരിടത്തും പാട്ടൊരിടത്തും ആകുമ്പോൾ ഞാൻ ആണ്ടും മണ്ടണം ഇങ്ങോട്ടും മണ്ടണം, ഇവിടേക്കും മണ്ടണം ഇങ്ങോട്ടും ഇതാ പോലെ മസാലപ്പൊടികളാണത്. എന്തൊക്കെയാണ് ആദ്യം നമ്മൾ മല്ലിപ്പൊടിയില്ലേ, അപ്പോൾ ഇഞ്ചി മുതലില്ലേ, മറക്കല്ലേ കണ്ടി ചൂട് പറഞ്ഞേ വേമ്പാ. അപ്പം നമ്മൾ കറിവേപ്പിലിട്ട് നമ്മൾ ഇത് ചെയ്യുന്ന മാതിരി നിങ്ങൾ കാട്ടിക്കൊണ്ടില്ലേ, ഉണ്ടാക്കലില്ലേ. അല്ല ഇഞ്ചി ഒന്ന് അർത്ഥം പറയണ. അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി മുതലിടണം, പക്ഷേ ടീസ്പൂൺ ചേർത്താട്ടാ. അപ്പം അടുത്തത് മല്ലിപ്പൊടി 2 ടീസ്പൂൺ അല്ലേ, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ. ഇതൊരു ചിക്കൻ ഗ്രേവിയാണ്. ഗ്രേവി ഇത് എന്ത് ഗ്രേവി ആണോ, വരട്ട് ഗ്രേവിയാണ് കേട്ടോ. വരട്ട് മാത്രമേ ഉള്ളൂ ചിക്കല്ലേ. അപ്പോൾ 1 ടീസ്പൂൺ മുളമ്പൊടി, മഞ്ഞപ്പൊടി ഇത്രേ 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടാ. ഇനി നന്നാക്കി ഇളക്കി പിടിക്കുക അല്ലേ. അപ്പോഴേ ഞാനവിടെ പോയപ്പോൾ മുമ്പ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ.
ഒന്നുമില്ല, ഇളക്കി കൊടുക്കുക. ഒരു അരക്കപ്പ് വെച്ചോളൂ കേട്ടോ വെള്ളം. രണ്ടാ മൂലയിലാണ് ഈ സാമ്പിളൊക്കെ കഴിഞ്ഞാ കൂട്ടോ. അപ്പം ഇട്ടത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇട്ടോളില്ലല്ലോ. ഇനി ഇളക്കി കൊടുക്കുക. ഇളക്കൽ നിർബന്ധമല്ലേ. അപ്പം നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്. നമ്മൾ 1 കിലോ ചിക്കനാണ് വേങ്ങന കേട്ടോ. ഇനി നന്നാക്കി ഇളക്കി കൊടുക്കുക. നമുക്ക് മൂടി കണ്ടില്ലേ കുറച്ച് നേരം. നന്നാക്കി ഇളക്കിയിടുന്നില്ല. നമുക്കത് മൂടി വെക്കാം. ഇപ്പം മൂല കണ്ടാ നോക്കിയോളാ. നീ കത്തിക്കണ. അപ്പൊ തീ ഓവറായി കത്തണം കേട്ടോ. ഒരു മീഡിയം ലെവല്. ഇനി അതിങ്ങനെ അടുപ്പത്ത് ഇരുന്ന് ഇങ്ങനെ പറ്റും, തിളച്ച് പറ്റും. നിങ്ങൾ ഇപ്പോൾ നോക്കാം. ഇപ്പോക്കി കഴിക്കണം കേട്ടോ. ഇപ്പൊ നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി ഒരു അരമണിക്കൂർ ഉണ്ട് അല്ലേ. അപ്പോളേ നമ്മളെ ചിക്കൻ കണ്ടില്ലേ തിളച്ച് വറ്റി തുടങ്ങാനായിട്ടുണ്ട്. പക്ഷെ ഇനിയും കുറച്ച് നേരം കൂടി കേൾക്കണം കേട്ടോ. ഇതൊന്ന് കളറ് മാറാനുണ്ട്. അപ്പം ഇനി നമ്മളെ ചിക്കൻ ഇതാ വറ്റി വരണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ലേശം വെളിച്ചെണ്ണ വയ്ക്കണം. അപ്പം ഇതിന് പരിപാടി കഴിഞ്ഞില്ലേ. കുറച്ച് കായം വേണം. മറ്റേപ്പത്താ. അപ്പം ഇതാണ് ഞാനാ പറഞ്ഞ ചിക്കൻ ഗ്രേവി ഇട്ടാ. ഏത് ഗ്രേവി അല്ലേ? അതെ സോറി, ചിക്കൻ വരട്ട്. നമുക്ക് ബാക്കി ഉച്ച കാണട്ടാ ചോറ് വയ്ക്കുമ്പോൾ. അപ്പം സാധനത്തെ നമ്മൾ ജുമാക്ക് കഴിഞ്ഞ് വന്ന് ഞങ്ങൾക്ക് അടുത്തോ നമ്മളെ ചിക്കൻ ഗ്രേവി ചോറും സാപ്പിടാൻ പോകണം. ചിക്കൻ വരട്ടിയത് നല്ല ടേസ്റ്റണോ. ഇന്നത്തെ പ്രസാദമാണ്. ചിരങ്ങ കാണിച്ചു നടക്കൂല. അങ്ങനെ പറയണ അടുത്തത് പൊളിക്കുന്ന. അപ്പം നേരെ വിളിച്ചാ. അപ്പോഴേ നമ്മളെ മുന്നത്തെ ചോറൊക്കെ വിളമ്പുന്നുണ്ട്. എല്ലാവർക്കും കുറേശ്ശെ വിളമ്പിക്കോ. ശനിക്കൊരു തോന വിളമ്പിക്കോ. ഞാൻ നല്ല തൊട്ടും. എനിക്ക് ചിക്കൻ ഗ്രേവി ഇഷ്ടമല്ല. ഇതെന്തമ്മോ ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരിട്ടാ. എനിക്ക് ഈ കറി കിട്ടുമ്പോ എനിക്ക് ഈ കറി. പിന്നെ ചെരങ്ങ താഴ്ച ഇതാണ് മുല്ല സ്പെഷ്യൽ ചെരങ്ങ. ഇതിന് തേങ്ങാപ്പാൽ ഇല്ലേ തൂമ്പിച്ചേട്ടോ. ഇതാ ഓക്കെ. ഇതാ ഇവനാണ് കള്ളൻ. നല്ല കേട്ടോ. മുഖം കാട്ടൂല. എനിക്കും കുറച്ച് വെച്ചോ. തലശ്ശേരി മീൻ കറി അതുപോലെ മാമ്പഴ പുളിശ്ശേരി. ഇതാണ് നമ്മളെ ചിക്കൻ വരട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ആസ്വദിച്ച് കഴിക്കണം. എന്ത് ചെയ്യണം? പുറത്ത് പോയി കഴിക്കണം. അതാണ് നമ്മളെ കട്ടില് അല്ലേ. ഇവിടെ ഇന്നിങ്ങനെ ആസ്വദിച്ച് കഴിക്കണം. എല്ലാം ഒറ്റയ്ക്ക് നമുക്ക് ആർക്കും ഹെൽപ്പ് ചെയ്യല്ല. പിന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ഇവനല്ലേ. ഇപ്പം അങ്ങനെയാടാ. ഇവനിങ്ങനെ ഹെൽപ്പുള്ള എപ്പോഴും. അപ്പോൾ ചോറ് കഴിക്കാൻ പോവാ. അവിടെ ഇതാണ് ചോറ്. അടിപൊളി. അപ്പോളേ നമ്മൾ വീടത്തുള്ളൂ. ഇതുപോലെ നല്ല വീഡിയോ വീണ്ടും വരും കേട്ടോ. ടാറ്റാ ബൈ.